ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വിഖ്യാത ജ്യോതിശാസ്ത്രജ്ഞനും അർജന്റീനയിലെ ജെസ്യൂട്ട് വൈദികനുമായ ഫാദർ ഗോസെ ഗബ്രിയേൽ ഫ്യൂൻസിനോടുള്ള ആദരസൂചകമായി ഒരു ചിഹ്നഗ്രഹത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകി. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടനയായ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയനാണ് ഈ ചിഹ്നഗ്രഹത്തെ 27,848 ഫ്യൂൺസ് എന്ന് നാമകരണം ചെയ്തത്. 1994 ഒക്ടോബറിൽ അരിസോണയിലെ കിഡ് പീക്ക് നാഷണൽ ഒബ്സർവേറ്ററിയിൽ നിന്ന് കണ്ടെത്തിയ ഈ ചിഹ്നഗ്രഹം ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള പ്രധാന ചിഹ്നഗ്രഹ വലയത്തിലാണ് നിലകൊള്ളുന്നത്. വത്തിക്കാൻ ഒബ്സർവേറ്ററിയുടെ മുൻ ഡയറക്ടറായിരുന്ന ഫാദർ ഫ്യൂൺസ് ശാസ്ത്രവും മതവിശ്വാസവും തമ്മിലുള്ള പൊരുത്തത്തെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തുന്ന വ്യക്തിയാണ്. ജ്യോതിശാസ്ത്ര രംഗത്തെ അദ്ദേഹത്തിന്റെ നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അപൂർവ ബഹുമതി നൽകിയിരിക്കുന്നത്. ലിയോ 14 മാർപ്പാപ്പയ്ക്കും റോമൻ കൂരിയയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കുമായി വത്തിക്കാനിൽ നടന്നുവരുന്ന വാർഷിക നോമ്പുകാല ധ്യാനം സമാപിച്ചു. നോർവേയിലെ ട്രോൺഹെയിം ബിഷപ്പും ട്രാപ്പിസ്റ്റ് സന്യാസിനിയുമായ ബിഷപ്പ് എറിക് വാർഡനാണ് ഈ വർഷത്തെ ധ്യാന ചിന്തകൾക്ക് നേതൃത്വം നൽകിയത്. മറഞ്ഞിരിക്കുന്ന മഹത്വത്താൽ പ്രകാശപൂരിതം എന്നതായിരുന്നു ധ്യാനത്തിന്റെ പ്രമേയം. രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കോ സാംസ്കാരിക യുദ്ധങ്ങൾക്കോ വേണ്ടി സുവിശേഷത്തെ ആയുധമാക്കി ഉപയോഗിക്കരുതെന്ന് ബിഷപ്പ് വാർഡൻ ഓർമ്മിപ്പിച്ചു. ക്രിസ്തീയ പദങ്ങളെയും ചിഹ്നങ്ങളെയും സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി വളച്ചൊടിക്കുന്നതിനെ ശക്തമായി എതിർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ സുഡാനിൽ സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങളും വർദ്ധിക്കുന്നത് രാജ്യത്തെ സമാധാന കരാറിനെ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ ആഴ്ച ജോങ്ലി മേഖലയിൽ നടന്ന വെടിവെപ്പിൽ കുട്ടികളടക്കം നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടത് ലോകരാജ്യങ്ങളെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സൈന്യം ബോധപൂർവം നടത്തിയ കൂട്ടക്കൊലയാണിതെന്ന് ഐക്യരാഷ്ട്രസഭയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും കുറ്റപ്പെടുത്തിയെങ്കിലും സർക്കാർ ഈ ആരോപണം നിഷേധിക്കുകയാണുണ്ടായത്. നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ ഇനിയും വഷളാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ജനാധിപത്യ പ്രക്രിയകളിൽ സജീവമായി പങ്കുചേരുന്നതിനും കർണാടകയിലെ ക്രൈസ്തവ സഭാ നേതാക്കൾ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഈ സുപ്രധാന നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നത്. രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്കിടയിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും തുല്യതയും സംരക്ഷിക്കുവാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണെന്ന് നേതാക്കൾ ഓർമ്മിപ്പിച്ചു. നീതിയുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് രാഷ്ട്രീയമായ അറിവും സാമൂഹികമായ ഇടപെടലുകളും അത്യാവശ്യമാണെന്ന് സഭാ നേതാക്കൾ വ്യക്തമാക്കി. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ കത്തോലിക്ക വിശ്വാസികൾക്കും ജനങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വത്തിക്കാൻ പ്രത്യേക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. സാധാരണയായി വിശുദ്ധരുടെയോ മതപരമായ ആഘോഷങ്ങളുടെയോ ചിത്രങ്ങൾ പതിപ്പിച്ച സ്റ്റാമ്പുകൾ പുറത്തിറക്കുന്ന വത്തിക്കാന്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചോതുന്ന ഒരു ചിത്രമാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. കീവിലെ യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ പ്രധാന ദേവാലയമായ പാട്രിയാർക്കൽ കത്തീഡ്രൽ ഓഫ് ദി റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ് സ്റ്റാമ്പിലുള്ളത്. ഇരുട്ടിൽ മുങ്ങിയ കത്തീഡ്രലിന് പിന്നിൽ സന്ധ്യാകാശത്തിന്റെ ഓറഞ്ച് നിറത്തിലുള്ള പ്രഭാവലയം കാണാം. ഇത് യുദ്ധത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും ജനങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന പ്രത്യാശയുടെയും അതിജീവനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.